നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സെയ്ദ് ഇബ്രാഹിം. ആദ്യം പ്രധാന വാർത്തകൾ. പുനലൂർ നഗരസഭയുടെ 2014-2015 വർഷത്തെ വികസന പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം. 16.63 കോടി രൂപയ്ക്ക് 300-ലേറെ പദ്ധതികൾ. പുനലൂർ നഗരസഭയുടെ പ്ലാച്ചേരിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടിയതോടെ ഡോക്വ ക്ലീനിംഗ് യൂണിറ്റ് പിരിച്ചുവിട്ട നിലയിൽ. ശുചീകരണ ജോലികൾ ചെയ്തിരുന്ന വനിതാ തൊഴിലാളികളും കുടുംബങ്ങളും പട്ടിണിയിൽ. തൊഴിലാളികളെ സംരക്ഷിച്ചില്ലെങ്കിൽ സമരം ചെയ്യുമെന്ന മുന്നറിയിപ്പുമായി യൂത്ത് കോൺഗ്രസ്. റബ്ബർ തടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി തുടരുന്നു. ടിംബർ വർക്കേഴ്സ് ആൻഡ് ലേബർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഈ മാസം 12-ന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ചിനൊരുങ്ങുന്നു. വാർത്തകൾ വിശദമായി. പുനലൂർ നഗരസഭയുടെ 2014-2015 സാമ്പത്തിക വർഷത്തെ വികസന പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചു. 300-ലേറെ പദ്ധതികൾക്ക് 16.63 കോടി രൂപയുടെ അംഗീകാരമാണ് ലഭിച്ചത്. ജൂലൈ 30-ന് ചേർന്ന ആസൂത്രണ സമിതി യോഗത്തിലാണ് പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത്. 16,63,43,602 രൂപയുടെ പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച വാർത്താ സമ്മേളനത്തിൽ പുനലൂർ നഗരസഭ വൈസ് ചെയർമാൻ എസ് ബിജു കാര്യങ്ങൾ വിശദീകരിച്ചു. വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. 30-ാം തീയതി ചേർന്ന ജില്ലാ ആസൂത്രണ സമിതി യോഗമാണ് പുനലൂർ നഗരസഭയുടെ 300-ലധികം വരുന്ന പ്രോജക്റ്റുകൾക്ക് അംഗീകാരം നൽകിയത്. 2014-15 പദ്ധതിയിൽ ഏറ്റവും പ്രധാനമായി പുനലൂർ താലൂക്ക് സർക്കാർ ആശുപത്രിയിൽ ഒരു തിയേറ്റർ കോംപ്ലക്സ് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടുകൂടി. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതി ഗവൺമെന്റ് ആശുപത്രിയിൽ 36,50,000 രൂപ മുടക്കിക്കൊണ്ട് ഒരു സിവറേജ് പ്ലാന്റ് ഈ പദ്ധതിയുടെ ഭാഗമായി നഗരസഭ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പുനലൂർ മാർക്കറ്റിൽ എയറോബിക് മാലിന്യ സംസ്കരണ മിനി പ്ലാന്റ് സ്ഥാപിക്കാൻ 8,60,000 രൂപ ഈ പദ്ധതിയിൽ വെച്ചിട്ടുണ്ട്. എയറോബിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നുള്ളത് ഒരു പരീക്ഷണമാണ്. ആ പദ്ധതി മാർക്കറ്റിൽ വിജയിച്ചാൽ പുനലൂർ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എയറോബിക് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കും. എയറോബിക് മാലിന്യ സംസ്കരണ പ്ലാന്റിന് പ്രത്യേകമായിട്ടുള്ള മിഷനറികളോ മറ്റൊന്നുമില്ലാത്ത ഏറ്റവും പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. കഴിവതും മാർക്കറ്റിലെ മുഴുവൻ മാലിന്യങ്ങളും മാർക്കറ്റിൽ തന്നെ സംസ്കരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റാണ് ഇത്. അപ്പോൾ അതാണ് എയറോബിക് മാലിന്യ സംസ്കരണ മിനി പ്ലാന്റ് സംബന്ധിച്ചിട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നീട് പട്ടികജാതി പ്രീ മെട്രിക് ഹോസ്റ്റലിന്റെ പുനരുദ്ധാരണം. അവിടെ ഒരുപാട് പരാധീനതകളുണ്ട്. ആ പരാധീനതകൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിയുന്ന നിലയിൽ 7,50,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പട്ടികജാതി ഹോസ്റ്റലിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് തന്നെ പാതയം പദ്ധതിക്കും പാലിയേറ്റീവ് കെയർ യൂണിറ്റിനും നഗരസഭ ഈ പദ്ധതിയിൽ തുക വെച്ചിട്ടുണ്ട്. അതുപോലെ പുനലൂർ റെയിൽവേ പുറമ്പോക്കിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ വള്ളിമാനൂർ ഹൗസിംഗ് പ്രോജക്റ്റിന് വേണ്ടി 59 ലക്ഷം രൂപ കൂടി ഈ വർഷം വകയിരുത്തിയിട്ടുണ്ട്. മാർക്കറ്റിൽ തന്നെ ഒരു കംഫർട്ടേഷന് 6,20,000 രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ ഹോമിയോ, ആയുർവേദ, പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളുടെ നവീകരണം, വികലാംഗർക്ക് സഹായ ഉപകരണങ്ങൾ, ഭവന പുനരുദ്ധാരണം, കിണർ നിർമ്മാണം, കക്കൂസ് നിർമ്മാണം തുടങ്ങിയിട്ടുള്ള വിവിധ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കും എല്ലാം പ്രത്യേകമായി തുക വകയിരുത്തിയിട്ടുണ്ട്. 200 കിലോമീറ്ററോളം വരുന്ന റോഡുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട്. അംഗൻവാടികൾക്ക് കെട്ടിടം, അതുപോലെ തന്നെ വായനശാലകളുടെ കെട്ടിടം. എല്ലാ വർഷവും തുക വെക്കാറുണ്ടെങ്കിലും പലപ്പോഴും സ്ഥലം കിട്ടാത്തത് കൊണ്ട് നടപ്പാക്കപ്പെടാൻ കഴിയാറില്ല. പക്ഷേ ഈ വർഷം പനവട്ടത്തും കോമളകുന്നിലുമെല്ലാം അതിന് സ്ഥലം ലഭ്യമായിട്ടുണ്ട്. സ്ഥലം ലഭ്യമായ എല്ലാ സ്ഥലങ്ങളിലും, കാരക്കാട്, കോമളംകുന്ന്, പനവട്ടമടക്കം സ്ഥലം ലഭ്യമായ എല്ലാ സ്ഥലങ്ങളിലും ഈ വായനശാലയ്ക്കും അംഗൻവാടിക്കും വേണ്ടിയിട്ടുള്ള കെട്ടിടങ്ങളുടെ പണി ഈ വർഷം നടക്കും. അംഗൻവാടി കുട്ടികളുടെ പോഷകാഹാര വിതരണം, ഇതിനെല്ലാം പ്രത്യേകമായി തുക വകവെച്ചിട്ടുണ്ട്. ഏതാണ്ട് 16 കോടി രൂപയുടെ പ്രോജക്റ്റിനാണ് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക നടത്തിയ അണുബോംബ് വർഷത്തിന്റെ 60-ാം വാർഷിക ദിനത്തിൽ പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ പുനലൂർ SI TS ശിവപ്രകാശ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നഗരം ചുറ്റിയ റാലി 11:30 തിരികെ സ്കൂളിൽ സമാപിച്ചു. ഇനിയൊരു യുദ്ധം നമുക്ക് വേണ്ട, മനുഷ്യനും ജീവജാലങ്ങളും ഭൂമിയും ഇല്ലാതാകുന്ന യുദ്ധം ആവശ്യമില്ല എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു റാലി.
സ്കൂൾ പ്രിൻസിപ്പൽ KN ഗോപകുമാർ, ഹെഡ്മിസ്ട്രസ് AP ലത, സ്റ്റാഫ് സെക്രട്ടറി സക്കീർ ഹുസൈൻ, CY അനിത, ജനമൈത്രി പോലീസ് കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ S ശശിധരൻ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് കക്കൂസ് മാലിന്യം റോഡിലേക്ക് ഒഴുകിയതോടെ പൊറുതിമുട്ടിയ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഗേറ്റ് അടച്ച് താഴിട്ട് പൂട്ടി. ഓട്ടോറിക്ഷ തൊഴിലാളി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. നഗരസഭാ കാര്യാലയത്തിന് സമീപം പ്രവർത്തിക്കുന്ന 7 നില ഷോപ്പിംഗ് കോംപ്ലക്സിലെ കക്കൂസ് പൊട്ടിയൊലിച്ച് മാലിന്യം ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഒഴുകിയതോടെയാണ് ഓട്ടോ തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തിയത്. ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിലെ ഓട്ടോ സ്റ്റാൻഡിൽ ദുർഗന്ധം സഹിക്കവയ്യാതെയാണ് തങ്ങൾ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കുള്ള ഗേറ്റ് അടച്ച് താഴിട്ട് പൂട്ടുന്നതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാവ് AK നസീർ, ഓട്ടോ തൊഴിലാളി സംയുക്ത സമിതി അംഗങ്ങളായ ജേക്കബ്, നൌഷാദ്, ഗിരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ബാലസംഘം പത്തനാപുരം ഏരിയ സമ്മേളനം പിറവന്തൂർ SN പബ്ലിക് സ്കൂളിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ഏരിയ പ്രസിഡന്റ് TS ആദർശിന്റെ അധ്യക്ഷതയിൽ രക്ഷാധികാരിയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ജോർജ് മാത്യു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് രൂപീകരിക്കപ്പെട്ട ബാലസംഘം കുട്ടികളിൽ രാജ്യസ്നേഹം വളർത്താനും വ്യക്തിത്വ വികസനത്തിനും ഏറെ ഉപകരിച്ചിട്ടുണ്ടെന്ന് ജോർജ് മാത്യു പറഞ്ഞു. ബാലസംഘം ജില്ലാ സെക്രട്ടറി കൊച്ചനിയൻ പിള്ള, ബാലസംഘം സ്വാഗത സംഘം സെക്രട്ടറി പിറവന്തൂർ സോമരാജൻ, ബാലസംഘം പിറവന്തൂർ ഏരിയ രക്ഷാധികാരി K ബാബു, പത്തനാപുരം ഏരിയ കൺവീനർ കറവൂർ L വർഗീസ്, DYFI ജില്ലാ പ്രസിഡന്റ് S സജീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ RS ബീന, ബിന്ദുമോൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്കായി വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും നേതൃത്വ പരിശീലനവും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭയുടെ പ്ലാച്ചേരിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിയതോടെ ഡോക്വ ക്ലീനിംഗ് യൂണിറ്റ് പിരിച്ചുവിട്ട നിലയിൽ. ഇതോടെ ശുചീകരണ ജോലികൾ ചെയ്തിരുന്ന വനിതാ തൊഴിലാളികളും കുടുംബങ്ങളും പട്ടിണിയിലായി. തൊഴിലാളികളെ സംരക്ഷിച്ചില്ലെങ്കിൽ സമരം ചെയ്യുമെന്ന മുന്നറിയിപ്പുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നു. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും മാലിന്യം ശേഖരിച്ച് വാഹനങ്ങളിൽ പ്ലാച്ചേരിയിലെ സംസ്കരണ പ്ലാന്റുകളിൽ എത്തിച്ചിരുന്ന 20 അംഗ വനിതകളുടെ ശുചീകരണ വിഭാഗത്തിനാണ് തൊഴിൽ നഷ്ടമായത്. പ്ലാച്ചേരി മാലിന്യ സംസ്കരണ പ്ലാന്റിൽ മാലിന്യ സംസ്കരണം നിർത്തിവെപ്പിച്ചതോടെ വനിതകളുടെ ശുചീകരണ യൂണിറ്റ് പിരിച്ചുവിട്ട നിലയിലാണ്. നഗരസഭയിലെ വിവിധ അയൽക്കൂട്ടങ്ങളിലെ വനിതകളെ ഉൾപ്പെടുത്തി 2005-ലാണ് ഡോക്വ ക്ലീനിംഗ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയത്. അന്നത്തെ നഗരസഭാ ചെയർമാൻ D സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് യാതൊരു മുന്നറിയിപ്പും ആനുകൂല്യങ്ങളും നൽകാതെ ഇവരെ പിരിച്ചുവിട്ടതായി നഗരസഭ വാക്കാൽ അറിയിക്കുകയായിരുന്നു. ജീവിക്കാൻ മറ്റു മാർഗമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഇവരിപ്പോൾ. ആയുസിന്റെ നല്ല ഭാഗവും നഗരത്തിന്റെ ശുചീകരണത്തിനായി നഷ്ടപ്പെടുത്തേണ്ടി വന്ന ഇവർ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുകയാണ്. ഞങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങി 10 വർഷമായി. 10 വർഷവും കൊണ്ടായിരുന്നു ഞങ്ങൾ ജീവിതമാർഗം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 5 ലക്ഷം രൂപ ഞങ്ങൾ ലോൺ എടുത്തു. അത് 25,000 രൂപ വെച്ച് ഒരാളുടെ കയ്യിൽ നിന്ന് തിരിച്ച് സാറുമാർ വാങ്ങിച്ച് ഞങ്ങൾക്ക് 2 വണ്ടിയിൽ തന്ന് കുറച്ച് ഡിഷുകളും തന്നു. അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു ആനുകൂല്യം തന്നിട്ടില്ല. ഇപ്പോൾ ഈ 5 വർഷം കൊണ്ട് പിന്നെ 1 വർഷം 1 ലക്ഷം രൂപ ലോൺ എടുത്താണ് 1 വർഷം കൊണ്ടാണ് ഞങ്ങൾ അടച്ചു തീർത്തത്. അപ്പോൾ 4 വർഷം കൊണ്ട് ഞങ്ങളുടെ ലോണും കഷ്ടപ്പാടും എല്ലാം തീർന്നപ്പോൾ ഈ 4 വർഷം കൊണ്ടാണ് ഇപ്പം ഞങ്ങൾക്ക് 10 പൈസ തുച്ഛമായ വരുമാനം കിട്ടിത്തുടങ്ങി തുടങ്ങിയ സമയമായപ്പോഴത്തേക്ക് കഴിഞ്ഞ മാസം 23-ാം തീയതി ഞങ്ങൾ ജോലിക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് സാറന്മാർ പറഞ്ഞു, ഇനി നിങ്ങൾ ജോലിക്ക് നിൽക്കണ്ട, നമ്മുടെ വേസ്റ്റ് കൊണ്ടിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 7 ദിവസം കഴിഞ്ഞ് 10 ഈ മാസം ആയപ്പോൾ 2 മാസമായി. 2 മാസം കൊണ്ട് ഞങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല. ചെയർപേഴ്സന്മാരുടെ എല്ലാ കാര്യങ്ങളും പിടിച്ച് വൈസ് ചെയർമാനൊക്കെ ഒന്നിനും സമ്മതിക്കാത്തത്. വൈസ് ചെയർമാൻ പറഞ്ഞ് നിങ്ങൾ സമാധാനപ്പെട്ട് നാളെ ജോലി തരാം, ഇന്ന് ജോലി തരാം, അടുത്ത ആഴ്ച ജോലി തരാം എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ 16 കുടുംബങ്ങൾ ഇപ്പോൾ തീർത്തും പട്ടിണിയില്ല. ഞങ്ങളാണെങ്കിൽ മക്കളെല്ലാം പഠിക്കാൻ പോകുന്നുണ്ട്. മക്കൾക്കിപ്പോൾ ഞങ്ങൾക്ക് സമ്പാദിക്കേണ്ട, വീട് കെട്ടിടം വയ്ക്കേണ്ട, ഞങ്ങൾക്ക് വേലി കൊണ്ട് പണമൊന്നും ഇടണ്ട. ഞങ്ങൾ 10 പിള്ളേർ സ്കൂളിൽ പോകുന്നത് പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാന്യമായ രീതിയിൽ പഠിപ്പിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വസ്ത്രം കൊടുക്കണം, നല്ല ആഹാരം കൊടുക്കണം. പിന്നെ ഈ ജോലി കണ്ടുകൊണ്ട് ഞങ്ങളുടെ സുഖമില്ലാത്ത മാതാപിതാക്കളുണ്ട്. ആ മാതാപിതാക്കളെ ഞങ്ങൾക്ക് ആദ്യഭവനിലോ ദൂരെ കടകളിലൊന്നും കൊണ്ടുപോയി ഉപേക്ഷിക്കാനൊന്നും പറ്റത്തില്ല. ഞങ്ങളുടെ തുച്ഛമായ വരുമാനം കണ്ടാൽ ഞങ്ങളുടെ അമ്മായി അത്തായി എല്ലാം ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ തീർത്തും പട്ടിണി. അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ കാശില്ല. അവർക്ക് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പോയിട്ട് ഞങ്ങളെ കൊണ്ട് നിവർത്തിയില്ല. ചെയർപേഴ്സണെയും വൈസ് ചെയർമാനെയും ചെയർപേഴ്സണെ കാണാനായിട്ട് റൂമിൽ കയറിയപ്പോൾ വൈസ് ചെയർമാനോട് ഇരിപ്പുണ്ട്. അന്നേരം വൈസ് ചെയർമാൻ പറഞ്ഞു, ഇനിയും നിങ്ങൾക്ക് ജോലിയില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി കണ്ടെത്താൻ മതി.
ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് ജോലിയാണ് കണ്ടെത്താൻ പറ്റില്ല. ഞങ്ങൾ 16 പേര്, ഇപ്പോൾ 16 പേരാണുള്ളത്. ഈ 16 പേര് പട്ടിണിയാവാനേ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഈ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് ഒരു 10 രൂപ പോലും ഇന്ന് വരെ ഞങ്ങൾക്ക് ശമ്പളം ഇനത്തിൽ തന്നിട്ടില്ല. പിന്നെ ഈ വർഷത്തിൽ ഈ 3 വർഷം കൊണ്ട് ഞങ്ങൾക്കൊരു 600 രൂപയായിരുന്നു ആദ്യമേ തന്നത്. പിന്നെ നമ്മുടെ രാജഭവൻ സാർ കയറിയപ്പം അത് 700 രൂപയാക്കി. ഈ കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഞങ്ങൾക്ക് 700 രൂപ ഓണത്തിന് ഞങ്ങൾക്ക് തരും, ബോണസ് ഐറ്റത്തിൽ തന്നിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ 1 രൂപ പോലും തരത്തില്ല. ഞങ്ങൾ ഈ വേസ്റ്റ് എടുത്ത് ഓരോ കടകളിലും ചെന്ന് വേസ്റ്റ് എടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഭിക്ഷക്കാരെ കണക്ക് കൈ നീട്ടും. ഈ 16 പേരും അങ്ങനെ കൈ നീട്ടി കിട്ടുന്നതാണ് ഞങ്ങളുടെ ശമ്പളം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ 16 പേരും എൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് ഇപ്പം 6 വർഷമായി. ഞങ്ങളുടെ കുടുംബം കഴിയുന്നതും അതുപോലെ ഇതിനകത്ത് ഭർത്താവ് മരിച്ചു പോയ 2-3 പേരുണ്ട്. അതുപോലെ ഭർത്താക്കന്മാരുടെ സംരക്ഷണം ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുമായ ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പം ഈ വേസ്റ്റ് എടുത്തൊരു ജോലി വേണമെന്നല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി മുനിസിപ്പാലിറ്റിയിൽ തരണം. മറ്റു വരുമാന മാർഗമില്ലാത്ത ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ജോലി തരപ്പെടുത്തി നൽകാൻ നഗരസഭ തയ്യാറാകണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ AK നസീറും S രജിരാജും പുനലൂരിൽ ആവശ്യപ്പെട്ടു. ബുധനാഴ്ച ഉച്ചയ്ക്ക് പുനലൂരിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ശുചീകരണ തൊഴിലാളികളുടെ ആവശ്യം പരിഗണിക്കാത്ത സാഹചര്യമുണ്ടായാൽ നിരാഹാരം ഉൾപ്പെടെയുള്ള സമരത്തിന് നേതൃത്വം നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ശുചീകരണ തൊഴിലാളികൾ കുടുംബസമേതം നഗരസഭാ കാര്യാലയത്തിൽ സത്യാഗ്രഹം ഇരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഫലമായാണ് പ്ലാച്ചേരിയിലെ പ്ലാന്റ് നഗരസഭ അടച്ചുപൂട്ടിയത്. എന്നാൽ ഇതിനെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ടവരെ സംരക്ഷിക്കണമെന്ന ആവശ്യമുന്നയിച്ച് രംഗത്തെത്തിയതും യൂത്ത് കോൺഗ്രസ് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഉറുകുന്ന പാണ്ഡവൻപാറ തീർത്ഥാടനം ഈ വർഷം മുതൽ 16-ന് ചടയമംഗലം ജടായുപ്പാറയിൽ നിന്ന് വിളംബര ഘോഷയാത്ര നടക്കും. 17-നാണ് തീർത്ഥാടനം. ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ് വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. ഉറുകുന്ന ശ്രീഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് പാണ്ഡവൻപാറയിലേക്കുള്ള തീർത്ഥാടനം. 16-17 തീയതികളിലാണ് പരിപാടികൾ. ഈ വർഷം മുതലാണ് പാണ്ഡവൻപാറ തീർത്ഥാടനം നടക്കുക. 16-ന് ചടയമംഗലം ജടായുപാറയിലെ കോദണ്ഡരാമ ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥാടനം വിളംബരം ചെയ്ത് ശിവജ്യോതി പ്രയാണം എന്ന പേരിൽ വിളംബര ഘോഷയാത്ര നടക്കും. ശിവജ്യോതി പ്രയാണം കോദണ്ഡരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തെളിച്ച ദീപവുമായി വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം, മരുതിമല കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം, കമുകുഞ്ചേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രം, കുരിയോട്ടുമല, വെള്ളിമല ശാസ്താംകാവ്, ഇഴമൺ ശ്രീ ഷൺമുഖ ക്ഷേത്രം എന്നിവിടങ്ങൾ സന്ദർശിച്ച് ഉറുകുന്ന ശ്രീഭഗവതി ക്ഷേത്രത്തിൽ സമാപിക്കും. 17-ന് രാവിലെ 8 മണിക്കാണ് ഇവിടെ നിന്ന് മഹാതീർത്ഥാടനം പാണ്ഡവൻപാറയിലേക്ക് പുറപ്പെടുക. ചടയമംഗലം ജ്ഞാനാനന്ദാശ്രമത്തിലെ സ്വാമി ദയാനന്ദ സരസ്വതി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും. ഹിന്ദു സംഗമം പാണ്ഡവൻപാറയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. KSRTC ആര്യങ്കാവ് യൂണിറ്റ് കേന്ദ്രീകരിച്ച് BMS KST എംപ്ലോയീസ് സംഘിന്റെ യൂണിറ്റ് രൂപീകരിച്ചു. യൂണിറ്റ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി തൊഴിലാളികൾ ആര്യങ്കാവിൽ പ്രകടനം നടത്തി. KSRTC ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ആര്യങ്കാവ് ആറോ ജംഗ്ഷൻ ചുറ്റി തിരികെ ഡിപ്പോയിൽ സമാപിച്ചു. സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് G സുരേന്ദ്രൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പൊതുയോഗം ആര്യങ്കാവ് യൂണിറ്റ് പ്രസിഡന്റ് P ദിലീപിന്റെ അധ്യക്ഷതയിൽ KST പെൻഷനേഴ്സ് സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി K ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള യൂണിയനുകളല്ല, മറിച്ച് തൊഴിലാളികളെ സ്നേഹിക്കുന്ന, തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനമായിരിക്കണം ഇനി വരേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ ഇന്ന് പാഠശാല വരെയും വെള്ളട വരെയും വളരെ അഭൂതപൂർവമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. KSTES സംസ്ഥാന സെക്രട്ടറി C ഗോപകുമാർ, RSS പുനലൂർ താലൂക്ക് കാര്യവാഹക് ഷൈൻ, BMS പുനലൂർ മേഖലാ പ്രസിഡന്റ് സുരേഷ് കുമാർ, ഇടമൺ രജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. റബ്ബർ തടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി തുടരുന്നതിനാൽ ടിംബർ വർക്കേഴ്സ് ആൻഡ് ലേബർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ഈ മാസം 12-ന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് തൊഴിലാളികൾ മാർച്ച് നടത്തും. സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കമുള്ള പ്രക്ഷോഭ സമരങ്ങൾക്കാണ് തൊഴിലാളികൾ തയ്യാറെടുക്കുന്നത്. ഇതിന് മുന്നോടിയായുള്ള ആലോചനാ യോഗം പുന്നരയിൽ ചേർന്നു. റബ്ബർ തടി വ്യവസായ മേഖലയിൽ വിവിധ സമരങ്ങൾ തുടർന്നതോടെ കിഴക്കൻ മേഖലയിലെ ലോഡിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ റബ്ബർ തടി വ്യവസായ മേഖലയെ ആശ്രയിച്ചു ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ പട്ടിണിയിലും പ്രതിസന്ധിയിലുമാണ്. ഈ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് 12-ന് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടക്കുമെന്ന് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന വ്യാപകമായിട്ട് നടത്തുന്ന ഒരു മാർച്ചാണ്. ഓരോ ജില്ലയിൽ നിന്നും സംസ്ഥാന നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്ന് 3000 പേരാണ്, പത്തനംതിട്ട ജില്ല 2000, അങ്ങനെ തിരുവനന്തപുരം ജില്ല 4000, അങ്ങനെ ഓരോ ജില്ലയ്ക്കും തൊഴിലാളികളും മുതലാളിമാരും എല്ലാ ഈ ഡ്രൈവർമാരും എല്ലാം
ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മാർച്ചാണ് നടത്തുന്നത്. ടിംബർ വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് നവാസിന്റെ അധ്യക്ഷതയിൽ നടന്ന ആലോചനാ യോഗത്തിൽ ഈ മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികൾ ചർച്ച ചെയ്തു. തൊഴിലാളി പ്രതിസന്ധി വിവരിച്ച് പത്തനാപുരം എംഎൽഎക്ക് നിവേദനം നൽകാനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി ഷിഹാബുദ്ദീൻ, നേതാക്കളായ ഡി സൈനുദ്ദീൻ, വിശ്വനാഥൻ പിള്ള, ഷിബു ആനക്കുളം, സുരേഷ് ബാബു, ധനേശൻ, ഷാഹുൽ, ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തോട്ടം തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തെന്മല വാലി എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ AITUC കുറവൻതാവളം ഡിവിഷൻ സമ്മേളനം. തങ്ങൾ കഴിഞ്ഞുകൂടുന്ന ലയങ്ങളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ നടപടിയുണ്ടാകണമെന്ന് തൊഴിലാളികൾ സമ്മേളനത്തിൽ ആവശ്യമുന്നയിച്ചു. AITUC സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് കുറവൻതാവളത്ത് ഡിവിഷൻ സമ്മേളനം ചേർന്നത്. വാർഡ് മെമ്പർ സിബിൽ ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി എച്ച് രാജീവൻ ഉദ്ഘാടനം ചെയ്തു. സംഘടിത അസംഘടിത മേഖലയിലായി ഇന്ത്യയിൽ 50 കോടിയിലധികം തൊഴിലാളികൾ ഉണ്ടെങ്കിലും ഇവർക്ക് യാതൊരു സംരക്ഷണവും കിട്ടുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ തൊഴിലാളികൾ ഏതാണ്ട് 50 കോടിയോളം വരുന്ന തൊഴിലാളികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിലേറ്റവും കൂടുതൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികളാണ്. സംഘടിത മേഖലയിലും അസംഘടിത മേഖലയിലുമായി കോടിക്കണക്കിന് തൊഴിലാളികൾ ഉള്ള രാജ്യമാണ്. എന്നാൽ ഇന്നും ആ തൊഴിലാളികൾക്ക് വേണ്ടത്ര സംരക്ഷണങ്ങൾ പലതും കിട്ടുന്നില്ല. ഏതാണ്ട് 600ഓളം കേന്ദ്ര നിയമങ്ങൾ തന്നെ രാജ്യത്തുണ്ട്. ആ 600ഓളം കേന്ദ്ര നിയമങ്ങൾ രാജ്യത്തുള്ളപ്പോൾ ആ നിയമങ്ങൾ യഥാവിധി നടപ്പിലാക്കിയാൽ തൊഴിലാളികളുടെ വിഷയങ്ങൾക്ക് ഒട്ടേറെ പരിഹാരമുണ്ടാക്കിയെടുക്കാൻ കഴിയും. ഗവൺമെന്റുകളുടെ നയസമീപനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ നിയമങ്ങളുടെ എല്ലാം നടപ്പിലാക്കലും ഒക്കെ. പുതിയ സർക്കാർ തൊഴിലാളികളെ അവഗണിച്ച് കുത്തക മുതലാളിമാർക്ക് വേണ്ടി തൊഴിൽ നിയമങ്ങൾ പലതും ഭേദഗതി ചെയ്യാനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. അതൊക്കെ ഭേദഗതി ചെയ്യാൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ കുത്തക മുതലാളിമാർക്ക് അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾക്ക് അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നയങ്ങൾ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് നടന്ന ചർച്ചയിൽ തൊഴിലാളികൾ തങ്ങളുടെ പ്രശ്നങ്ങൾ നേതാക്കളെ ധരിപ്പിച്ചു. ലയങ്ങളുടെ ശോച്യാവസ്ഥയ്ക്കും മറ്റും പരിഹാരം കാണുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് തൊഴിലാളികൾ നേതാക്കളോട് ആവശ്യപ്പെട്ടു. CPI നേതാക്കളായ H അബ്ദുൽ ഖാദർ, നവമണി, I മൻസൂർ, PB അനിൽമോൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പത്തനാപുരം കല്ലുംകടവ് തോടിന് കുറുകെ കോയക്കോട് കടവിൽ നടപ്പാലം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. പാലം വേണമെന്ന ആവശ്യം അവഗണിക്കപ്പെട്ടാൽ സമരം ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. പത്തനാപുരം കല്ലുംകടവ് തോടിന് കുറുകെ മൂലമൺ കോയക്കോട് കടവിൽ നടപ്പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ത്രിതല പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പ്രദേശവാസികൾക്ക് പാലം നിർമ്മിച്ചു നൽകുമെന്ന് പലതവണ ഉറപ്പു നൽകിയെങ്കിലും ഇതൊന്നും പാലിക്കപ്പെട്ടില്ല. ഇതെല്ലാം ജനങ്ങളെ കബളിപ്പിക്കാനും തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് തട്ടാനുമുള്ള പൊടിക്കൈകൾ മാത്രമാണെന്നാണ് ജനങ്ങളുടെ ആരോപണം. ഇവിടെ നടപ്പാലം യാഥാർത്ഥ്യമായാൽ പട്ടാഴി, വടക്കേക്കര, പത്തനാപുരം പഞ്ചായത്തുകളിലെ 100 കണക്കിന് കുടുംബങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണ്. നടപ്പാലമില്ലാത്തതിനാൽ കുണ്ടയം, മൂലക്കട വാർഡുകളിലെ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിലാണ്. ഇവിടെ ഒരു നടപ്പാലമുണ്ടെങ്കിൽ പട്ടാഴി, വടക്കേക്കര, കടുവാത്തോട്, വട്ടക്കാല പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കുറഞ്ഞ ദൂരത്തിലും സമയത്തിലും ഇവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുണ്ടയം മഹാദേവർ ക്ഷേത്രം, കാവിൽ ദേവീക്ഷേത്രം, ഗാന്ധിഭവൻ, കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് എന്നീ പ്രദേശങ്ങളിൽ എളുപ്പത്തിൽ എത്തുന്നതിനും നടപ്പാലം ഏറെ ഉപകരിക്കും. പത്തനാപുരം പഞ്ചായത്തിലെ കുണ്ടയം, വെള്ളാറമൺ, കുരിപ്പള്ളി നിവാസികൾക്ക് മാലൂർ ഗുരുദേവ ക്ഷേത്രം, സെന്റ് സ്റ്റീഫൻസ് കോളേജ്, SN പബ്ലിക് സ്കൂൾ തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിലേക്ക് വേഗത്തിലെത്താനും നടപ്പാലം സഹായിക്കും. പട്ടാഴി, വടക്കേക്കര പഞ്ചായത്തിനെയും പത്തനാപുരം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കുണ്ടയം മഹാദേവർ ക്ഷേത്രം കഴിഞ്ഞിട്ട് ഉള്ള മാലൂരേക്കുള്ള വഴിയിലെ നടപ്പാലം വേണമെന്നുള്ള ഒരു ആവശ്യം വർഷങ്ങളായിട്ട് ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ്. ഏകദേശം 12 വർഷത്തിന് മുമ്പേ ഇവിടുത്തെ വള്ളക്കടവ്, പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിൻ്റെ സർക്കാർ വള്ളക്കടവ് ഇവിടെ നിർത്തലാക്കി. അതിനുശേഷം ഇവിടുത്തെ ജനങ്ങളെ, കുണ്ടയത്തിനെയും മാലൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, ഈ 2 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജനങ്ങൾക്ക് യാത്രാദുരിതം അതിരൂക്ഷമാണ്. ഏകദേശം 85ഓളം തൊഴിലാളികൾ, ഇവിടുത്തെ കശുവണ്ടി ഫാക്ടറിയിൽ പോകുന്ന തൊഴിലാളികളെ, ഇവിടുത്തെ ഗുരുമന്ദിരം, ഇവിടുത്തെ ക്ഷേത്രം, ഇവിടുത്തെ ഗ്രന്ഥശാല, അതുപോലെ SN പബ്ലിക് സെൻട്രൽ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളെ, ഇവരെല്ലാം ഏകദേശം 3 കിലോമീറ്റർ ചുറ്റിയാണ് ഇതുവഴി വരുന്നത്. അപ്പോൾ ആ ദുരിതം ഒഴിവാക്കാൻ വേണ്ടി ത്രിതല പഞ്ചായത്തുകളുടെയും മറ്റ് MLA അങ്ങനെയുള്ളവരൊക്കെ പല വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ നടപ്പിലായിട്ടില്ല. ഒരു നടപ്പാലത്തിൻ്റെ മാത്രം ആവശ്യകതയാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തീരെ വിടിഞ്ഞിരിക്കുകയാണ്. ഈ സ്റ്റെപ്പിൽ നിന്ന് ആൾക്കാർ അപകട സാധ്യത കൂടിയിരിക്കുകയാണ്. അപകടങ്ങൾ വരുമ്പോൾ മാത്രം ആൾക്കാർ മുതലക്കണ്ണീരൊരുക്കിയിട്ട് കാര്യമില്ല. അപകടങ്ങൾ വരുന്നതിന് മുമ്പേ കണ്ടെത്തിയിട്ട് അതിനൊരു പ്രൊട്ടക്ഷൻ വാൾ കെട്ടുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ട് ഇവിടെ ഒരു നടപ്പാലം, താൽക്കാലികമായിട്ടെങ്കിലും ഒരു നടപ്പാലമെങ്കിലും നിർമ്മിക്കാനുള്ള അവസരം ജനനായകർ ഉൾക്കൊള്ളണമെന്നാണ്. പ്രദേശവാസികളുടെ ആവശ്യം അവഗണിക്കപ്പെട്ടാൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പുനലൂർ നഗരസഭയുടെ 2014-2015 വർഷത്തെ വികസന പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം. 16.63 കോടി രൂപയ്ക്ക് 300-ലേറെ പദ്ധതികൾ. പുനലൂർ നഗരസഭയുടെ പ്ലാച്ചേരിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടിയതോടെ ഡോക്വ ക്ലീനിംഗ് യൂണിറ്റ് പിരിച്ചുവിട്ട നിലയിൽ. ശുചീകരണ ജോലികൾ ചെയ്തിരുന്ന വനിതാ തൊഴിലാളികളും കുടുംബങ്ങളും പട്ടിണിയിൽ. തൊഴിലാളികളെ സംരക്ഷിച്ചില്ലെങ്കിൽ സമരം ചെയ്യുമെന്ന മുന്നറിയിപ്പുമായി യൂത്ത് കോൺഗ്രസ്. റബ്ബർ തടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി തുടരുന്നു. ടിംബർ വർക്കേഴ്സ് ആൻഡ് ലേബർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഈ മാസം 12-ന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ചിനൊരുങ്ങുന്നു. ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.